നമസ്കാരം, ശ്രീജറായാണ്. ഒരു ഉളുപ്പില്ലാണ്ട് കള്ളം പറയാനായിട്ട് ഇവിടത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സാധിക്കുള്ളൂ. അത് ഏറ്റവും വലിയൊരു ഉദാഹരണം. 50 ദിവസം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ ഡൽഹിയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയ പ്രധാനമന്ത്രിയാണ് ഇപ്പൊ ഞങ്ങളെ വിമർശിക്കുന്നത്. പഴയ കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തമ്മി തല്ലിക്കൊണ്ടിരിക്കണ ഒരാളുടെ സംസാരമാണ്. പച്ചക്കള്ളം ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ വാ തുറന്ന് ഇങ്ങനെ ഒരു ഉളുപ്പില്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണതാണ്. നമുക്കറിയാം 50 വർഷം മുമ്പ് ഉള്ള കാര്യങ്ങൾ വരെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് കിട്ടുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. എന്നിട്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി നടന്ന ഇലക്ഷനെ പറ്റിയാണ് തങ്ങൾ ചെയ്യണ ഈ തല്ലുപിടുത്തം ജനങ്ങളുടെ മുന്നിൽ അരോചകമായിട്ട് ജനങ്ങളൊക്കെ ആകെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സമയത്തും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നരേന്ദ്രമോദി 50 ദിവസം കൊണ്ടാണ് രേഖാ ഗുപ്തനെ പോലുള്ള ആൾക്കാരെ ഡൽഹിയിൽ മുഖ്യമന്ത്രി ആക്കി എന്നുള്ള 50 ദിവസം എടുത്തു എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ സെർച്ച് ചെയ്ത കാര്യമാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ ഇലക്ഷൻ നടന്നതും. ഫെബ്രുവരി 5-ാം തീയതി ആയിരുന്നു ഇലക്ഷൻ, 8-ാം തീയതി ആയിരുന്നു വോട്ടെണ്ണല്, 20-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത്. ഇത്ര സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയണ ഒരു സാഹചര്യം ഉണ്ടായിട്ട് വരും. മാധ്യമങ്ങളുടെ മുന്നിൽ കള്ളത്തരം പറയാനായിട്ട് ഇവനൊക്കെയാണ് നാട്ടില് മുഖ്യമന്ത്രി ആകാനായിട്ട് ഇങ്ങനെ തല്ലി പിടിച്ചുകൊണ്ടിരിക്കണത്. ഏറ്റവും വലിയൊരു രസം ഈ മാധ്യമങ്ങൾ ഇത് കേട്ടിട്ട് ഒരുത്തനൊരു ചോദ്യം തിരിച്ചു ചോദിക്കാൻ പറ്റുക, അതൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങോട്ട് പറയാന്നുള്ളു. അല്ലെങ്കിൽ വാർത്ത വായിക്കണ സമയത്തെങ്കിലും കൃത്യമായിട്ട് അതൊന്നും പറയാനായിട്ട് ഇവർക്ക് സാധിക്കൂല, അവർ ചെയ്യൂല. അത് BJP എന്നുള്ളൊരു കാര്യം അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ, BJP ആയതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവർ ഒരഭിപ്രായം പറയല, അത് പറയണ്ട. പക്ഷെ നിങ്ങൾ എത്ര കള്ളങ്ങൾ പ്രചരിപ്പിച്ചാലും എത്ര കള്ളങ്ങൾ പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഏതായാലും നിങ്ങൾ തല്ലി പിടിച്ച് ചാക് പണ്ടാറാൻ ആരെങ്കിലും മുഖ്യമന്ത്രിയാകും. ആര് മുഖ്യമന്ത്രി ആയാലും ഈ നുണകളും കള്ളത്തരങ്ങളൊക്കെ കേട്ടൊക്കെ ഞങ്ങൾ ഈ 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകണം. പലത് അനുഭവിക്കേണ്ടി വരും, അത് ഞങ്ങൾ അനുഭവിച്ചോളാം. പക്ഷെ ഈ പച്ചക്കള്ളം ഇങ്ങനെ പറയണത് വളരെ മര്യാദകേടാണ്.